ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ദേ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് ഈവനിങ് ഡ്യൂട്ടിയാണ്, കണ്ടിന്യൂസ് മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. അത് മാത്രമല്ല, കണ്ണഞ്ചേട്ടൻ ഇന്ന് നേരത്തെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ രാവിലെ പോയി. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ടായിരുന്നു, എല്ലാ ദിവസവും വീട്ടിൽ ഫുഡല്ലേ കഴിക്കുന്നത്. അങ്ങനെ ഇന്ന് പുറത്തുനിന്നാവട്ടെ എന്ന് കരുതി ഞാൻ ദേ എണീറ്റ് പതിവ് പോലെ അടുക്കളയിലോട്ട് വന്നു. ഇന്നലെ വീട്ടിൽ പോയപ്പോഴേക്കും അമ്മയും ചേച്ചിയും കൂടെ കുറച്ച് ചീര തന്ന് വിട്ടിട്ടുണ്ടായിരുന്നേ. വീട്ടിൽ വളർത്തിയ നല്ല ചീര കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ചീര തോരനൊക്കെ വെക്കാമെന്ന് കരുതി ചീര കഴുകി മാറ്റി അങ്ങോട്ട് വെച്ചു. അതിനുശേഷം ദേ നല്ല തലവേദന ഉണ്ടായിരുന്നു, രാവിലെ കുടിക്കുന്ന ചായ റെഡിയാക്കി. ഈ ചായയോടൊപ്പം കഴിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബിസ്ക്കറ്റാട്ടോ മാൽക്കിസ്റ്റ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അമ്മ ഇടയ്ക്ക് കാണാൻ വരുമ്പം ഇത് മേടിച്ചിട്ട് വരാനായിരുന്നു ഏറ്റവും കൂടുതൽ പറയുന്നത്. ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ മേടിച്ചതാണ് ഇത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോക്ലേറ്റിനേക്കാളും ചീസാണ്. ഞാനിത് ഡയറക്റ്റും കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പം ചായക്കകത്ത് ഡിപ്പ് ചെയ്തും കഴിക്കാറുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ കഴിക്കുന്നത് കേട്ടോ, ചായയിൽ മുക്കിയിട്ട്. അത് ആദ്യം ഒരെണ്ണം പ്ലെയിനായിട്ട് കഴിച്ചതിന് ശേഷം ചായയിൽ മുക്കി കഴിക്കാറുള്ളൂ. അങ്ങനെ ഇന്നത്തെ ചായ കുടിയും കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല കേട്ടോ ഇന്ന്. ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കറിയെല്ലാം റെഡിയാക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ ചീര തോരൻ റെഡിയാക്കിയിട്ടുണ്ട്. അരപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചെറു തീയിൽ ജസ്റ്റ് ഒന്ന് ആവിയേറ്റെടുത്തിട്ടേ ഉള്ളേ. ചീര ആയതുകൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടും. അങ്ങനെ ചീര തോരൻ റെഡിയാക്കി. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു മുട്ട പൊരിച്ചത്, പിന്നെ ചോറ്. അങ്ങനെ അടുക്കള ജോലിയെല്ലാം കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പണികളൂടെ ഉള്ളേ. അതുകൂടെ ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് റെസ്റ്റൊക്കെ എടുത്തിട്ട് ജോലിക്ക് പോയാൽ മതി. സാധാരണ ഞാൻ രാവിലെ തന്നെ എൻ്റെ എല്ലാ ജോലികളും ഒതുക്കുന്നതാണ്. ഇന്ന് ഞാൻ ഓൾറെഡി താമസിച്ചാണ് എണീറ്റതും. അതുമാത്രമല്ല, കണ്ണഞ്ചേൻ്റെ ഫുഡൊന്നും കൊണ്ടുപോകണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടെ ലാഗായിട്ട് ഇങ്ങനെ നിന്ന്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 10-11 മണി ആവാറായി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി റെഡിയാവാൻ ഞാൻ ഒരുങ്ങി റെഡിയായി. ഇതെൻ്റെ സ്ഥിരം ഹെയർ സ്റ്റൈലാട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് ഇതാണ് ഡ്യൂട്ടിക്ക് പോകാൻ. അപ്പോൾ കുറേ എന്നോട് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ എന്താ ഡെയിലി വ്ളോഗൊന്നും ചെയ്യാത്തതെന്ന്. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ സൗണ്ട് ഒട്ടും ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ടാട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.